നോക്കുമ്പോൾ നമുക്ക് പ്രയാസങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത വിധത്തിൽ കടബാധ്യതകളുണ്ട്, മാനസികം ശാരീരികമായ പ്രയാസങ്ങളോടൊക്കെ നമ്മൾ കടന്നു പോകുന്നു. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന യെശയ്യാ 38-ാം അധ്യായമാണ്. എല്ലാവർക്കും വളരെ അധികം അറിയാവുന്ന ഒരു അധ്യായമാണ് യെശയ്യാവിൻ്റെ 38-ാം അധ്യായം. ഇതിനകത്ത് ഹിസ്കിയാവിനെ പറ്റി നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ 17-ാം വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും എൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുരിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണല്ലേ. സമാധാനത്തിനായിട്ട് എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. നമ്മുടെ ഹിസ്കിയാവിനെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹിസ്കിയാവ് മരിക്കത്തക്ക രോഗം പിടിച്ചു. അവിടെ യെശയ്യാ പ്രവാചകൻ അവനോട് നീ മരിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് ഒരു മനുഷ്യൻ്റെയും അടുത്ത് പോയില്ല. പകരം ഹിസ്കിയാവ് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ദൈവത്തോട് തൻ്റെ ഹൃദയം തുറന്ന് താൻ പ്രാർത്ഥിച്ചതിന് മറുപടിയായിട്ട് ദൈവം എന്ത് ചെയ്തു? വീണ്ടും യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്തു, ഹിസ്കിയാവിൻ്റെ ആയുസ്സിനെ 15 സംവത്സരം കൂട്ടിയതായിട്ട്. അപ്പോൾ ആ ഒരു വാക്യം നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സമാധാനത്തിന് അത്യന്തം കയ്പായത് ഭവിച്ചു. അപ്പോൾ ദൈവസന്നിധിയിൽ നിന്നൊരു വിടുതലിന് വേണ്ടി, ദൈവസന്നിധിയിൽ നിന്നൊരു രക്ഷയ്ക്ക് വേണ്ടി അല്പനേരത്തെ കഷ്ടത അത് പിന്നത്തേക്കുള്ള വലിയ സമാധാനമായിട്ട് ഹിസ്കിയാവിന് ജീവിതത്തിൽ വെളിപ്പെടാനിടയായി തീർന്നു. ഇതേപോലെയല്ല ദൈവമക്കളെ നമ്മുടെ ഓരോരുത്തരെയും ജീവിതം. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പ്രയാസങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത വിധത്തിൽ കടബാധ്യതകളുണ്ട്, മാനസികം ശാരീരികമായ പ്രയാസങ്ങളോടൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, സമാധാനത്തിനായി നിനക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. നിനക്കൊരു സമാധാനം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഈ കയ്പ് നിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓർക്കുന്ന ദൈവമാണല്ലേ. അതുകൊണ്ടാണ് ഹിസ്കിയാവ് മരിക്കും എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഹിസ്കിയാവിൻ്റെ ഹൃദയത്തെ അറിഞ്ഞ ദൈവം അവൻ ആയുസ്സിനെ നീട്ടിക്കൊടുത്തു. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ് ഹിസ്കിയാവിൻ്റെ ജീവിതത്തിലുള്ളതല്ലേ. അതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധി വിശ്വസ്തരാണെങ്കിൽ, നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നിർമ്മലതയോടെ ജീവിക്കുന്നവരാണെങ്കിൽ, നമുക്കറിയാമോ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പാപങ്ങളും അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങളും ഒക്കെ നമുക്ക് സംഭവിക്കാം. പക്ഷേ ഒരിക്കലും നമ്മുടെ മനസാക്ഷി, ദൈവത്തോടുള്ള നമ്മുടെ മനസാക്ഷി ഒരിക്കലും തെറ്റായി തീരരുത്. അല്ലെങ്കിൽ ആ ദൈവസന്നിധിയിൽ ഒരിക്കലും നമ്മൾ ചെയ്ത കുറ്റങ്ങൾ ദൈവസന്നിധി മറച്ചു വെക്കരുത്. നമ്മൾ എന്ത് തന്നെ ചെയ്താലും ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ മനുഷ്യരോട് പറയാതെ ദൈവത്തോട് നമ്മുടെ കുറവുകളെ ഏറ്റു പറയുക, ദൈവത്തോട് ഓരോ ദിവസവും അടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഹിസ്കിയാവ് ചെയ്തപോലെ ദൈവത്തോട് നേരിട്ട് നമ്മുടെ വിഷയങ്ങളെ പറയുകയാണെങ്കിൽ ഉറപ്പായും ദൈവം നമുക്ക് വേണ്ടി ഒരു അത്ഭുതങ്ങളെ ചെയ്യും, ഒരു വിടുതൽ നമുക്ക് വേണ്ടി ഉണ്ടാകും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നവരാണോ, നിരാശപ്പെടുന്നവരാണോ, നാളെ എന്ത് സംഭവിക്കും എന്നറിയില്ല എങ്കിൽ പോലും എന്ത് പ്രതീക്ഷയോടാണ് ഞാൻ ജീവിക്കേണ്ടത്, എൻ്റെ മുൻപിൽ എന്ത് വഴിയാണുള്ളത്, എല്ലാം അടഞ്ഞു, എന്നെ സഹായിപ്പാൻ ഈ ഭൂമിയിൽ ആരുമില്ല എന്ന് നീ ചിന്തിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, ഒരു ദൈവ പൈതലാണെങ്കിൽ തീർച്ചയായിട്ടും നീ നിൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കാം. നിൻ്റെ അപ്പനോട് കാര്യങ്ങളെ വിശദമായിട്ട് സംസാരിക്കുക. മനുഷ്യനോടും നമ്മുടെ ബന്ധുക്കളോടും അല്ലെങ്കിൽ ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ പറയുന്നതിനുപരിയായിട്ട് ഈ ദിവസങ്ങൾ ദൈവത്തോട് നീ പറയാനിടയായി തീർന്നാൽ ആ ഒരു വിഷയത്തിൽ നീ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തിൽ ദൈവം ഉറപ്പായും നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഒരിക്കലും നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. അതാണ് വചനം ധൈര്യത്തോടെ പറയുന്നത്, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും എൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയുന്ന സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. വെറുതെയല്ല, ദൈവം ഒരു ഔദാര്യമായിട്ട് തന്നതല്ല, സ്നേഹത്തോടെയാണ് നിന്നെ രക്ഷിച്ചിരിക്കുന്നത്. ദൈവം നിനക്ക് വേണ്ടി സ്നേഹത്തോടെയാണ് ഇറങ്ങി വരുന്നത്. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്നേഹത്തോടെയാണ്. ഓരോ നിമിഷവും നിന്നെ വളരെ സ്നേഹത്തോടെയാണ് ദൈവം കാണുന്നത്. ആ അപ്പൻ്റെ കരുതൽ, ആ അപ്പൻ്റെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ നിമിഷവും അത് അനുഭവിച്ചറിയണം. ദൈവസന്നിധിയിൽ ഓരോ നിമിഷവും ദൈവത്തോടെ അടുക്കുന്നവരായി തീരണം. ഈ ദിവസങ്ങളിൽ ഈ വചനം ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം സംഗ്രഹിച്ച് നമുക്ക് വരുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, ഒരു ദിവസം നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒന്ന് മുട്ടുമടക്കുക. ദൈവസന്നിധിയിൽ, അപ്പ ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണം. ദൈവം നമ്മുടെ പാപത്തെ ക്ഷമിക്കും.
നമ്മുടെ പാപം എത്ര കടിച്ചു വപ്പാനും അതിനെ ഹിമം പോലെ വെളിപ്പാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഒരു ചെറിയ ദൈവത്തെ അല്ല നീ സേവിക്കുന്ന പൈതലെ. ദൈവ പൈതലെ, നീ സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്കുമാറാത്ത ദൈവമാണ്. ഉന്നതങ്ങളിൽ വാസം ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ അപ്പൻ്റെ മഹത്വം മനസ്സിലാക്കിയാൽ ഒരു നിമിഷം പോലും അപ്പനെ വിട്ടുപിരിഞ്ഞിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. അത്രത്തോളം ശ്രേഷ്ഠതയുള്ള ദൈവമാണ്. ഈ ദിവസങ്ങളിൽ ഈ വചനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരട്ടെ. വചനങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.